ഹായ്, എൻ്റെ പേര് ഹരിത. ഞാൻ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവും വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഇതേപോലെ നല്ല 10-15 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീനാണ്. ഞാൻ അരോമ മാജിക്കിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി അത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഞാൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാനതിങ്ങനെ മുഖത്ത് മൊത്തം ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫേസിലും നെക്കിലും ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായി അത് ബ്ലെൻഡ് ചെയ്യുക. നന്നായി ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് സ്ട്രീക്സ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ അതാ നമ്മൾ ഫൗണ്ടേഷൻ നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഡാർക്ക് സർക്കിൾസ് അങ്ങനെ കാര്യമായിട്ടില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനൊരു സ്പഞ്ച് ഉപയോഗിച്ചിട്ടാണ് കുറച്ച് പൗഡർ എടുത്തിട്ട്, ഞാൻ ഫിറ്റ്മിയുടെ തന്നെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നന്നായി അണ്ടർ ഐയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിൽ ക്രീസസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മളത് നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ടീ സോൺസ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് ഫുൾ ഫേസ് നമ്മൾ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയാണ്, വേക്കാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ മേക്കപ്പ് ഇങ്ങോട്ട് പോകരുതെങ്കിൽ നന്നായി ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൗണ്ടേഷനൊക്കെ നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒരു ഡയമെൻഷൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷുഗറിൻ്റെ കോൺടോർ പാലറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ചീക്ക് ബോണിൻ്റെ അവിടെയും പിന്നെ നമ്മുടെ നെറ്റിയിൽ ഹെയർ ലൈനിൻ്റെ അടുത്തായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ജോ ലൈൻ അടിയിൽ അതും അവിടെയും അപ്ലൈ ചെയ്യാം. ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. മെയിനായിട്ട് ഫേസിൽ 3 വരയ്ക്കണ പോലെ അപ്ലൈ ചെയ്യുക. നെറ്റിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചീക്ക് ബോണിൻ്റെ അവിടെ നിന്ന് അടിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അറിയാത്ത ആൾക്കാരാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 3 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ്. പിന്നെ നമ്മൾ ഈ ഹൈലൈറ്റർ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഹൈലൈറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസിൻ്റെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചീക്ക് ബോണിലും നമ്മുടെ നോസും അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിൽ നോസും അപ്ലൈ ചെയ്യാം. അപ്പം നമുക്കൊരു ആ ഒരു ഇന്നർ ഗ്ലോ പോലെ ഒരു ഗ്ലോ കിട്ടും. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അൺഈവനാണ്, ത്രെഡ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഐബ്രോസ് ഫിൽഡ് ആയിട്ടുള്ള പോലെ ഉണ്ട്, മറ്റേ ഐബ്രോസ് മാത്രം ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. യൂഷ്വലി ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാറില്ല, ബട്ട് ഇപ്പോൾ ആ അവസ്ഥയിലാണ്, അതുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് 2 ഐസിൻ്റെയും മുകളിൽ സിമ്പിളായിട്ട് ഒരു ഐ ഷാഡോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. 2 കണ്ണിൻ്റെയും മുകളിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ക്രീസിൻ്റെ അവിടെ അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് ഓൾറെഡി ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ട് കണ്ണിൻ്റെ മുകളിൽ, അതുകൊണ്ട് ഞാൻ ബ്രൗൺ കളർ കൊണ്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഔട്ടർ ക്രീസിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ കൊളോസലിൻ്റെ ഒരു കാജൽ ഉപയോഗിച്ചിട്ട്
കണ്ണെഴുതി കൊടുക്കുകയാണ്. മുകളിലും അടിയിലായിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. വാലിടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാലിട്ടിട്ട് കണ്ണെഴുതാം. എനിക്കിഷ്ടമാണ്, ബട്ട് തൽക്കാലം ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ 2 സൈഡ് കണ്ണ് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പം നന്നായി നമുക്ക് മുകളിലും അടിയിലായിട്ട് നന്നായി വലിച്ചെഴുതുക. മുകളിൽ എഴുതി കഴിഞ്ഞാൽ അടിയിൽ എഴുതുന്നുണ്ട്. ഒരു കണ്ണിൻ്റെ ഞാൻ കാണിക്കുന്നുള്ളൂ, മറ്റേ കണ്ണിൻ്റെ അടിയിൽ എഴുതുന്നത് കാണിക്കുന്നില്ല. കണ്ണിൻ്റെ ഉള്ളിൽ എഴുതി അപ്പോൾ കരയാറുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു. ഞാൻ മറ്റേ കണ്ണ് ഞാൻ ക്യാമറയിൽ കാണിക്കുന്നില്ല. ഞാൻ കണ്ണെഴുതി ഏകദേശം കരയും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ നമ്മൾക്ക് ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ണിൻ്റെ ആ ടിയർ ഡക്റ്റിൻ്റെ അവിടെ അപ്ലൈ ചെയ്താൽ നമ്മുടെ കണ്ണൊന്നുകൂടി വിടർന്നിരിക്കണം പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ആ ഹൈലൈറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് ആ ടിയർ ഡക്റ്റിൻ്റെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. ഒരു മസ്കാര നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസ്കാര യൂസ് ചെയ്തിട്ട് നന്നായി ലാഷസ് ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക്കാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഡിഷ് കളറിലുള്ളൊരു ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് പാറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നന്നായി അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് പാറ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്കായിട്ട് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതേപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് കമൻസിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമുക്ക് ഇതുപോലത്തെ വേറെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലുക്കാണ്. വേഗം ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു. ബൈ.